ഫ്രണ്ട്സ് ബുള്ളറ്റുമാനാണ്. എൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ 19-കാരി മറിയം ജുമാന. ഒരു വർഷം മുന്നേ, ഇപ്പോൾ 20 വയസ്സായില്ലേ? അടുത്ത ജനുവരി വന്നാൽ അല്ലേ 21 വയസ്സാവും. ആ അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഒരു പിൻവശത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് റൺവേ കാണാം. അപ്പം മിന്നു പറഞ്ഞ, അതായത് ജുമാന പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. എനിക്കുണ്ട് സംശയങ്ങൾ. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ലിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എയർപോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കരുതി അല്ലേ? ആ മിന്നു അല്ല ജുമാന എന്നാ നാട്ടിലെത്തി? ഞാൻ ഒരു 4 ദിവസമായി ഇപ്പോൾ നാട്ടിലുണ്ട് അല്ലേ? ഇപ്പോൾ വോട്ട് സംബന്ധമായിട്ടൊക്കെ വന്നതാണ് ശരിക്കും? ആ വോട്ട് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ആൾറെഡി നമ്മൾ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള എൻ്റെ സുമനസ്സുകളായിട്ടുള്ള പ്രേക്ഷകർ ഒരുപാട് ആളുകൾ പറയും എന്തിനാന്നൊക്കെ. കാരണം ഒരുപാട് ആളുകൾ ജുമാനെ അന്വേഷിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ എത്ര മണിക്കൂർ പറത്തിയിട്ടാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏകദേശം 100ൻ്റെ അടുത്തായി. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരു പൈലറ്റായിട്ട് നമുക്ക് ഈ ഒരു വർഷം അത്ര വേണമെന്നില്ല, ഒരു 6-7 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും. CPL ലൈസൻസ് കിട്ടും. അതെ, അത് കിട്ടിയിട്ട് വേണം ഇൻഷാ അല്ലാ. എൻ്റെ ഒരു ആഗ്രഹമാണ് ജുമാന മോള് പറത്തുന്ന ഒരു വിമാനം ഇവിടുന്ന് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. അല്ലേ? പറന്ന് പോകുമ്പോൾ നമുക്ക് മുൻകൂർ പറഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ട്, ഇവിടുന്ന് ഷൂട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാലിക്കറ്റ് എയർപോർട്ടാണ് നമുക്ക് പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ വെച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ ഒരു പിന്നെ 2 റൺവേനെ കുറിച്ച് പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. അത് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് 2 റൺവേ യൂസ് ചെയ്യുന്നത്. അതായത് റൺവേ എന്ന് പറയുമ്പം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും യൂസ് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ അത് റൺവേ 10 ഉണ്ട്, റൺവേ 28 ഉണ്ട്. അപ്പോൾ അത് ചില സമയത്ത് ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നതാണ് ഇത് ലാൻഡിങ്ങും ഇങ്ങനെ കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റൺവേ ആണ് യൂസ് ചെയ്യുന്നത്. റൺവേ 28 ആണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നത്. റൺവേ 28 ഡിപ്പാർച്ചറിനും ലാൻഡിങ്ങിനും, ഇവര് ലാൻഡിങ്ങിനും ഡിപ്പാർച്ചറിനും സെയിം റൺവേ ആയിരിക്കും ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. അപ്പോൾ അത് നിശ്ചയിക്കുന്നത് വിൻസോക്ക് പ്രകാരമാണ്. ഈ വിൻസോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിന്റെ ദിശ മനസ്സിലാക്കാനാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 3 knots ചെറിയൊരു വിൻഡ് ഉണ്ട്. ആ വിൻഡ് സോക്കിൽ നിങ്ങൾക്ക് ഓരോ എയറോ മാർക്ക് 3 knots 6 knots അങ്ങനെ 9 knots അതിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലൊക്കെ യാത്രയപ്പിന് വരുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിന് കേട്ടോ. പ്രേക്ഷകരിൽ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ പറന്ന് പോകണം അവിടെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാറ്റിന്റെ ദിശ വെച്ചിട്ടാണ് നമ്മൾ റൺവേ